ഹായ് ഹലോ ഫ്രണ്ട്സ്. ഇപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു യാത്ര പോകുന്നതിൻ്റെ ചെറിയൊരു വിവരണം, ഒരു ലഘു വിവരണം ഇവിടെ പറയുവാണ്. സോ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുവാണ്. ഇതേ ചെറുതുമുണ്ട്. ശരി, നമ്മളിപ്പോൾ പോയിട്ട് വരാം. സ്ഥലം എവിടെയാണെന്നുള്ളത് ചെറിയൊരു സസ്പെൻസിൻ്റെ, അവിടെ എത്തുമ്പോൾ കാണിച്ചു തരാം. എന്തായാലും കൂടെ കൂടുമല്ലേ. ശരി, അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലമെന്ന് പറയുന്നത്. കണ്ട ചിലപ്പം ചിലർക്കൊക്കെ മനസ്സിലാവാൻ സാധ്യതയുണ്ട്. അതെ, തിരുവിതാംകൂർ ഭരണവാഴ്ചയുടെ ഒരു ബാക്യപത്രം എന്ന് പറയുന്നത് തന്നെയല്ലേ പത്മനാഭപുരം പാലസ്. ഇതിപ്പോൾ സ്ഥിതി ചെയ്യുന്നത് തക്കല എന്ന് പറയുന്ന തമിഴ്നാട്ടിലാണെങ്കിൽ പോലും ഇത് നമ്മുടെ കേരളക്കരയുടെ തന്നെ പ്രൗഢി വിളിച്ചുണർത്തുന്ന കൊട്ടാരങ്ങളിൽ ഒന്ന് തന്നെയാണിത്. അതുകൊണ്ട് തന്നെ കാഴ്ചക്കാരായിട്ട് എത്തുന്നതിൽ കൂടുതലും മലയാളികളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ളത്. കൂടാതെ ആ നാട്ടുകാരും ഇവിടെ വരുന്നുണ്ട്. അവർക്കും ഇത് വല്ലാത്തൊരു അനുഭൂതിയാണ്, ഒരു ക്യൂരിയോസിറ്റി എന്നുള്ള നടത്തുന്നുണ്ട്. എന്തൊരു ആകാംക്ഷയാണ്. ഇതാണ് ഇതിൻ്റെ കവാട ഭാഗം എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ എൻട്രൻസ് ഫീസൊക്കെ സെറ്റ് ചെയ്ത് അകത്തോട്ട് കയറുമ്പോൾ ആ കവാടമൊക്കെ കഴിഞ്ഞ് താഴത്തെ ഒരു ഭാഗമൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് വീഡിയോ അലോഡഡ് അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ എന്തായാലും വീഡിയോ എടുത്തിട്ടില്ല. അതിന് ശേഷമുള്ള ഭാഗങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റട്ടോ. വളരെ സന്തോഷം തോന്നുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് പുറകിൽ വന്ന് നിന്നൊരു അനുഭവം നമുക്ക് ഫീൽ ചെയ്യുമെന്നുള്ളതാണ്. നമ്മളെ പുതുതലമുറയിലെ കുട്ടികൾക്ക് ഇതൊക്കെ ഒരു പുതിയൊരു കൗതുകം നിറഞ്ഞൊരു കാഴ്ച തന്നെയാണ്. കാരണം അവരൊന്നും തന്നെ ഇപ്പോൾ പഴയ കാലത്തെ കൊട്ടാരങ്ങളോ വീടുകളോ ഒന്നും കാണുന്നില്ല. ആർക്കിടെക്ചറൽ വഴി ഇപ്പോൾ ഒക്കെ പുതിയ ഫാഷനിലുള്ള വീടുകളാണത്രേ. എന്നാലും ആ പഴയ തനിമയുള്ള കൊട്ടാരവും വീടും ഒക്കെ നമുക്ക് നഷ്ടമായിരിക്കുന്നു ആ കാലഘട്ടം എന്ന് പറയുന്നത്. സോ നമുക്കിനി ഇതൊക്കെ കാണണമെങ്കിൽ ഇതേപോലെയുള്ള കുറച്ച് കൊട്ടാരങ്ങളൊക്കെ ബാക്കിയുള്ളൂ. അങ്ങനെ നിലനിൽക്കുന്ന കൊട്ടാരങ്ങളിൽ അമൂല്യമായി നിൽക്കുന്ന ഒന്ന് തന്നെയാണ് ഈ പത്മനാഭപുരം പാലസും. സോ ഇവിടെ വരുന്ന കാഴ്ചക്കാരൊക്കെ മുന്നോട്ട് നടത്തിക്കുന്ന ഒരു വികാരം അല്ലെങ്കിൽ ഒരു ചേതോവിഹാരം എന്ന് പറയുന്നത് വെറും ഒരു ആകാംക്ഷ തന്നെയല്ലേ. മുമ്പിലോട്ട് നടക്കുമ്പോൾ ഓരോ ഇടവഴികളും താണ്ടി നടക്കുമ്പോൾ ഇനി എന്ത് എന്ന് പറഞ്ഞ ഒരു കൗതുകം തന്നെയാണ് നമ്മളെ നടത്തിപ്പിക്കുന്നത്. സോ അത്ര മനോഹരമാണ് ഈ കൊട്ടാരത്തിൻ്റെ ഓരോ ഇടനാഴികളും. പുറം കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഭംഗിയായിട്ട് എത്ര നേച്ചുറൽ ആയിട്ട് ആ ചെടികളൊക്കെ വെച്ചിരിക്കുന്നതെന്ന് കണ്ടാൽ മനസ്സിലാവും. സോ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറുന്ന കുറച്ച് ഭാഗമാണ് കേട്ടോ. സാറ ഫ്രണ്ടിലുണ്ട്. സാറാക്ക് ഭയങ്കര ആകാംക്ഷയാണ്. പ്രധാന കാര്യം ഇത് കൊട്ടാരം അതിനേക്കാളേറെ അവളെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്നത് മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന ഫിലിം ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷൻ കൂടിയാണല്ലോ ഇത്. സോ അതുകൊണ്ടാണ് വാവ ഇത്രയും ഒരു ആകാംക്ഷയോടുകൂടി അവളിങ്ങനെ നടന്ന് നോക്കുന്നത്. ഇതാണ് ചുറ്റമ്പലം എന്ന് പറയുന്ന ഒരു ഭാഗം. ഇത് സത്യത്തിൽ അവിടുത്തെ പ്രെയർ ഹാൾ എന്നൊക്കെയാണ് അവിടെ വിവരിക്കുന്നത്. പക്ഷേ നമ്മൾ സിനിമയിൽ കാണുമ്പോഴത്തേക്കും നമ്മൾ ലാലേട്ടൻ അവിടെ നിന്നിട്ട് സരസസുന്ദരി മണി നീ അലസമായി അങ്ങനെ പാടുന്നുണ്ട്. പഴന്തമിഴ് പാട്ടിഴയും ആ പാട്ടൊക്കെ പാടുന്നുണ്ട്. ഇത് അതിൻ്റെ കൊട്ടാരത്തിൻ്റെ ഉള്ളിലെ ജനൽപാളികളാണ്. നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ അവിടെ വിവരിച്ചു കൊടുക്കുന്നത് എന്താണെന്നറിയോ? രാജാവിൻ്റെ സഹോദരിമാരൊക്കെ ഇവിടെ വന്നിരുന്നിട്ട് സംസാരിക്കുകയും അവരുടെ സമയം പോക്കൊക്കെ ഇങ്ങനെയാണ്. അവർക്ക് പുറം ലോകത്തോട്ട് പോകാൻ പറ്റത്തില്ല. സോ അവരിവിടെ വന്നിരുന്നാണ് സമയം ചിലവഴിക്കുക എന്നാണ് അവർ വിവരിച്ച് പറയുന്നത്. സോ അവിടെ നിന്നിട്ട് നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോൾ കാണുന്ന ഈ മനോഹരമായ ഒരു കാഴ്ച ആരെയും ആകർഷിക്കുന്ന തന്നെയാണ്. പച്ചപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു തനി മലയാളിക്ക് ഈ ഒരു കൊട്ടാരം എന്തായാലും സാറ്റിസ്ഫിക്കേഷൻ തരും. അവിടെ എത്തുമ്പോൾ നമുക്ക് വല്ലാത്തൊരു മനസ്സമാധാനം ഫീൽ ചെയ്യും. കൂടാതെ ചാറ്റൽ മഴയുണ്ടായിരുന്നല്ലോ, ഞാൻ പറഞ്ഞല്ലോ. ഇത് പുറം കാഴ്ചയാണ്. ഉള്ളിൽ നിന്നിട്ട് നമ്മൾ കാണുമ്പോൾ ഉള്ള പുറം കാഴ്ചകളാണ്. കുട്ടികളൊക്കെ വളരെ ആകാംക്ഷയോടെ നോക്കുന്നുണ്ടത്. ആ ഒരു ഭാഗം കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു ഭാഗത്തോട്ട് വരുമ്പം ഇതെന്ന് പറയുന്നത് വളരെ എന്താ പറയുക, താഴെ കാണുന്ന ഈ ഒരു മണ്ഡപം കേരളക്കരയിലുള്ള എല്ലാവർക്കും ഫെമിലിയറായ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ അത്. അതെ, ആ ചിത്രത്തിലെ ഒരു ഫെമിലിയറായിട്ടുള്ളൊരു സോങ് മണിച്ചിത്രത്താഴിലെ ഒരു മുறை വന്ന് പാത്തായ എന്ന് പറയുന്ന ആ സോങ് ഷൂട്ട് ചെയ്തിരിക്കുന്ന മണ്ഡപം ഇതാണ്. ഇതിൻ്റെ താഴെ വെച്ചിട്ടാണ് നമ്മളെ ശോഭന ചേച്ചി നാഗവല്ലിയായി മാറിയിട്ടുള്ളത്. നമ്മളെല്ലാവരെയും ഭീതിപ്പെടുത്തുന്ന രീതിയിലോട്ടുള്ള ഒരു ആക്ടിങ് ലെവലിലോട്ട് പോയിട്ടുള്ള ആ ഒരു സ്ഥലം ഈ ഒരു മണ്ഡപമാണ്. സോ ആ ഫിലിമിൻ്റെ പകരം വെക്കാൻ വേറൊരു സിനിമ ഇനി വരില്ല. റീമേക്ക് ചെയ്താലും എത്തത്തില്ല. അതിൻ്റെ കാരണം ഈ ഒരു പഴമ ഷാഫി സാർ അത്രത്തോളം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. ഈ ഇടനാഴിയിൽ നിന്ന് ഞാൻ നോക്കുന്നത് ആ ഒരു മണ്ഡപത്തിനെയാണ്. സോ എന്തോ ഭാഗ്യവശാൽ ഫ്രണ്ടിലൂടെ നടന്നു പോകുന്നത് മലയാള തനിമയുള്ളൊരു ചേച്ചി തന്നെയാണ്. അതൊക്കെ അന്നത്തെ ദിവസം കോഇൻസിഡൻസ് ആയിട്ട് നടന്നൊരു കാര്യമാണ്.
എന്തായാലും സന്തോഷമുണ്ട് വീഡിയോക്കുള്ളിൽ അങ്ങനെ ഒരു ചേച്ചി വന്നാൽ. ഇത് അതേ ലൊക്കേഷനല്ല, ഇത് അതേ ദിവസം തന്നെ എനിക്ക് എൻ്റെ അനിയത്തി പോയത് തൃപ്പൂണിത്തുറ പാലസിലായിരുന്നു. സോ ഈ ഫിലിമിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ തൃപ്പൂണിത്തുറ പാലസിൽ വെച്ചിട്ടുള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മനസ്സിലാക്കുക. ഇതാണത്, തൃപ്പൂണിത്തുറ പാലസാണ് കേട്ടോ ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോയ്ക്കുള്ളിൽ അതും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ കാഴ്ചയിലോട്ട്. ഇനിയും ഈ കാണുന്നത് അവിടുത്തെ ആ വെള്ളക്കെട്ടകന് കുട്ടി വെളിയിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നത്, ആ താക്കോലൊക്കെ തൂക്കിയിടുന്ന ഒരു ഭാഗമാണ്. നമ്മളെ കിണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്. സോ ഇവിടേക്ക് വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധ എന്ന് പറയുന്നത് ആ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ വന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ, ഉള്ളിൽ പാദരക്ഷകളൊന്നും ഇടാൻ പറ്റില്ല. പാദരക്ഷകളൊക്കെ അവിടെ വേറൊരു സേവ് ചെയ്യാനൊരു സ്ഥലമുണ്ട്, അവിടെ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറുന്നത്. എന്ത് തന്നെയായാലും ഉള്ളിലോട്ട് കിട്ടുന്ന ഒരു ഫീല്, ഒരു കേരളക്കരയുടെ ഒരു മാസ്മരികമായ ഒരു വല്ലാത്തൊരു പ്രൗഢി വിളിച്ചുണർത്തുന്ന രീതിയിലാണ് ഈ കൊട്ടാരം ഇപ്പോഴും അവരിങ്ങനെ മെയിൻ്റെനൻസ് ചെയ്യുന്നത് എന്ന് ഓർക്കുമ്പോൾ വളരെ സന്തോഷം തോന്നി എനിക്ക്. ഒരുപാട് സമയം നമുക്ക് അവിടെ നിൽക്കാൻ തോന്നും. പഴമയെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ കൊട്ടാരം നിരാശപ്പെടുത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരുപാട് ക്ലിപ്സ് നഷ്ടപ്പെട്ടു പോയി, സോറി ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഉള്ള ക്ലിപ്സൊക്കെ വെച്ച് ഇങ്ങനെ എഡിറ്റ് ചെയ്ത്, എന്തായാലും ആ ഒരു ഓർമ്മ എന്തായാലും എൻ്റെ വീഡിയോയ്ക്കുള്ളിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാനിത് എഡിറ്റ് ചെയ്തത്. സോ ഇതിൽ ഒരുപാട് ക്ലിപ്സുകൾ ഇൻക്ലൂഡഡ് ആക്കാനുള്ളത് വിട്ടുപോയിട്ടുണ്ട്, നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. എന്തായാലും അകത്ത് നിന്ന് കിട്ടിയൊരു വൈബ് എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു പോസിറ്റീവ് വൈബ്രേഷൻ തന്നെയാണ്. അതേ, യാത്രകൾ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് സന്തോഷിപ്പിക്കും, ഓർമ്മകൾക്ക് പുതുജീവൻ നൽകും, ചിന്താശേഷി വർദ്ധിപ്പിക്കും. അതെ, വിഷാദ രോഗം പോലും മാറാൻ ഈ യാത്രകൾ ഇന്നും വലിയൊരു അനുഗ്രഹം തന്നെയാണ്. സോ നിങ്ങൾ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണോ? അതെ, കുഞ്ഞു കുഞ്ഞു യാത്രകൾ നിങ്ങളും ചെയ്യണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. വീട്ടിൻ്റെ അടുത്തൊരു മലഞ്ചെരുവുണ്ടെങ്കിൽ ഒന്ന് പോയിരിക്കാൻ ശ്രമിക്കുക, ദൂരെയുള്ള സിംഗപ്പൂറിനെ സ്വപ്നം കാണാണ്ട്. അതുപോലെ വീട്ടിൻ്റെ അടുത്തൊരു തടാകമുണ്ടെങ്കിൽ അതിൻ്റെ ഭംഗിയെ ഒന്ന് ആസ്വദിക്കാൻ ശ്രമിക്കുക. ചുറ്റുമുള്ള കാഴ്ചകൾ, ഇതേപോലെയുള്ള മരങ്ങൾ, പൂക്കൾ, പോസിറ്റീവ് എനർജി നമുക്ക് ചുറ്റും തന്നെ ഉണ്ടല്ലോ. സോ അതിൽ നിന്നൊക്കെ നമ്മളത് പഠിക്കാനും അതിൽ നിന്ന് ഉണർവ് ഏകാനും നമുക്ക് സഹായിക്കും. മരങ്ങളെ കാത്ത് സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാകുന്നത് അങ്ങനെയല്ലേ. സോ ആ ഒരു ഇടനാഴി കൂടെ കുഞ്ഞിങ്ങനെ ഓടി നടക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അവിടെ തന്നെ കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതായിരുന്നു ഞങ്ങളെ അവിടെ ആകർഷിച്ച പത്മനാഭപുരം പാലസ്, അതായത് മണിച്ചിത്രത്താഴിലെ ആ ഒരു ലൊക്കേഷൻ സ്പോട്ട്. സോ ഇതുവരെ ഇവിടെ വന്നിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ തിരുവനന്തപുരത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണാനുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു കൊട്ടാരത്തിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതിന് ഞാൻ പ്രോമിസ്. സോ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് ലീവൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു സ്റ്റഡി എന്ന പോലെ, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും കൂടെ വേണ്ടിയിട്ട്, നമ്മുടെ രാജാക്കന്മാർ ജീവിച്ച സ്ഥലമല്ലേ, അവരെങ്ങനെയൊക്കെയാണ് ജീവിച്ചിരുന്നത്, ഭരിച്ചിരുന്നതെന്ന് നമ്മളെ മക്കളും കൂടെ ഒന്ന് മനസ്സിലാക്കട്ടെ അല്ലേ. സോ ഇവിടെയൊക്കെ വന്നു പോകണം എന്നുള്ളത് ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഉൾപ്പെടുത്തുന്നു. അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും.